ഇമ്പോർട്ടൻ്റ് ഇല്ലെന്ന് പറയുന്നില്ല. ചിലപ്പം കമ്പനിയുടെ പ്രൊഫൈല് ഒത്തിരി പവർഫുൾ ആയിരിക്കും. ഓക്കെ, അവരുടെ പ്ലാൻസ്, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതൊക്കെ വളരെ വലിയ വിഷയങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ എലിക്ഷൻ ഇസ് ദ ഹീറോ ഹിയർ. കാരണം ഇത് ഓൾമോസ്റ്റ് മോർ ദാൻ ഒരു 50 കൺട്രീസിൽ ഈ പ്രോഡക്റ്റ് ഉണ്ട്, ഇൻ ഡിഫറെന്റ് ഫോംസ്. കാരണം ചില കൺട്രിയിൽ ലിക്വിഡ് ആയിട്ടുണ്ട്, ഡ്രോപ്സ് ആയിട്ടുണ്ട്, ടാബ്ലറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഈ എല്ലാ ഫോംസിലും ദ മോസ്റ്റ് പവർഫുൾ അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ഇഫക്റ്റ് കിട്ടുന്നത് ഈ പൗഡർ ഫോമിലാണ്. ഓക്കെ, അതുമല്ലാതെ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോസസ്സും മച്ച് ബെറ്റർ ദാൻ അതർ പ്രോസസ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നാനോ ടെക്നോളജി പ്രോസസ്. അപ്പൊ ബാക്കിയുള്ള ഫോംസ് പ്രോഡക്റ്റ് എലിക്ഷൻ മിക്സ് സെയിം കോമ്പിനേഷൻ പ്രോഡക്ട്സ് ഒക്കെ ചിലപ്പം ടാബ്ലറ്റ്സ് ആയിരിക്കും, ഡ്രോപ്സ് ആയിരിക്കും, എല്ലാം ഓറൽ റൂട്ട്. പക്ഷേ നമ്മുടെ എലിക്ഷൻ മിക്സ് സെയിം കോമ്പിനേഷൻ പ്രോഡക്റ്റാ, പക്ഷെ ചെല്ലുന്ന റൂട്ട് ഈസ് സബ്ലിംഗ്വൽ, ദാറ്റ് ഈസ് നാവിന്റെ അടി വെക്കണം അല്ലേ. അപ്പൊ ഇത് മാർക്കറ്റിംഗ് ആദ്യം ഒന്ന് വിചാരിച്ചു നോക്ക്. ഇന്ന് സ്റ്റെം സെൽസ്, റിഗാർഡിങ് സ്റ്റെം സെൽസ് ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ട് ഇന്ന് 2025. വെൻ വി സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ 2014 ഞാൻ, ബട്ട് കമ്പനി ഇസ് ദർ ഫ്രം 2012 മുതലുണ്ട്. ഞാനും എലക്ഷൻ മിക്സിൽ വന്നത് 2014. അന്ന് ഞാൻ വന്ന ബിസിനസ്സിലേക്ക്, നമ്മുടെ ഫീൽഡിലൊക്കെ പോയി ഈ നാവിന്റെ അടി വെച്ച് കഴിക്കണം എന്നൊക്കെ പറയുമ്പം ആൾക്കാർക്ക് നമ്മളെ കളിയാക്കും. ഓക്കെ, അന്ന് ഭയങ്കര എന്തുവാ ഒരു നെഗറ്റീവ് ഒരു ഫീൽ ആയിരുന്നു. കാരണം ചെല്ലുന്ന ഇടമെല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് കിട്ടുന്നില്ല. നാവിന്റെ അടി നമുക്കറിയാമല്ലോ, നാർക്കോട്ടിക് ഡ്രഗ്സിൽ നാവിന്റെ അടി വെച്ച് കഴിക്കുന്നത്. അപ്പം നമ്മളെ കളിയാക്കിയ കുറെ ആൾക്കാരും ഉണ്ട്. ഇന്നും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാമായിരിക്കാം. ചിലപ്പം ഇങ്ങനെ നാവിന്റെ അടി വെച്ച് കഴിക്കുന്ന പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ടീസൊക്കെ ചെയ്യാം. ബട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അറിവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് എന്തോ പറയുന്നത്, ഷോസ് ദെയർ ഇഗ്നറൻസ്. ഓക്കെ, സയൻസ് അറിയാത്ത കൊണ്ടാ അവര് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദേഷ്യപ്പെടേണ്ട, നമുക്ക് ആർഗ്യുമെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു സയൻസ് ബാക്ക്ഡ് പ്രോഡക്റ്റ്. ഈ റൂട്ടും സയൻസ് ബാക്ക്ഡ് റൂട്ട്, ഒരു സേഫസ്റ്റ് റൂട്ട്, ഫാസ്റ്റസ്റ്റ് റൂട്ട്. നമുക്ക് ഒരു സിസ്റ്റം ബൈപ്പാസ് ആയിട്ടാ നമുക്ക് ബ്ലഡ് സ്ട്രീമിൽ ഈ പ്രോഡക്റ്റ് എലിക്ഷൻ മിക്സ് കയറുന്നത്. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് റൂട്ട്, സേഫസ്റ്റ് റൂട്ട്, ബയോ അവൈലബിലിറ്റി കൂടുതല. ഓക്കെ, എല്ലാ മരുന്നും നാവിന്റെ അടി വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് ടെക്നോളജി വേണം. ഫൈൻ മോളിക്യൂൾ ആയിരിക്കണം, തീരെ ചെറിയ മോളിക്യൂൾ. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നാനോമീറ്റർ, മില്ലിമീറ്റർ, അതിനൊക്കെ ചെറുതാണ് നാനോമീറ്റർ. ഓക്കെ, അപ്പൊ അതിലൊരു പ്രോസസ് വേണം, എന്നാലേ അത് നമുക്ക് നാവിന്റെ അടി വെച്ച് കഴിക്കാം. വിത്തിൻ 15 to 20 സെക്കൻഡ്സിനുള്ളിൽ അത് പോകുന്നു. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ദ ടെക്നോളജി. ഒരു ടെക്നോളജി എന്ന മാർക്കറ്റ് ഹെൽത്ത് ഇൻഡസ്ട്രി നമുക്കറിയാം. വെൽനസ് ഇൻഡസ്ട്രി ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ എവർ ഗ്രോയിങ് ഇൻഡസ്ട്രി. മനുഷ്യനുള്ളവരെ ഈ ഇൻഡസ്ട്രി കാണും, അതിലൊരു ഡൗട്ട് ഇല്ല. പിന്നെ ബാക്ക് ഫയർ ഇല്ല നമുക്ക് ഇതിൽ, പർട്ടിക്കുലർലി നെറ്റ്വർക്ക് ഫീൽഡ്. ഓക്കെ, ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്ത അവന് വർത്ത് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് റിസൾട്ടും ഗ്യാരണ്ടീഡാ. അൺലൈക്ക് അതർ സപ്ലിമെന്റ്സ് പോലെ അല്ലാതെ നമുക്ക് ഫാസ്റ്റ് റിസൾട്ടും കിട്ടുന്നു. ചില മരുന്നുകളൊക്കെ നമ്മൾ മാസങ്ങൾ, വർഷങ്ങൾ എടുക്കണം. ഇതൊക്കെ വിത്തിൻ ഫ്യൂ ഡേയ്സ്, വിത്തിൻ ഫ്യൂ ഹവേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ്, നല്ല റിസൾട്ടിന്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാം. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് മോർ ദാൻ 60,000 കസ്റ്റമേഴ്സ് ഓൾറെഡി ദേ ഹാവ് യൂസ്ഡ് ദ പ്രോഡക്റ്റ്. ഇതുവരെ നോ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓൾ ഫീഡ്ബാക്സ് ആർ പോസിറ്റീവ് ആൻഡ് എൻകറേജിങ്. ഓക്കെ, നല്ല, അതിൽ ഒരു ഡൗട്ട് ഇല്ല നമുക്ക്. ഓക്കെ, രണ്ടാമത് ടെക്നോളജി ബേസ്ഡ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഒരു ഹെൽത്ത് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം വേണമെങ്കിൽ. റൈറ്റ്, അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് റിസൾട്ട് കിട്ടുന്ന കാരണം എന്താന്ന് പറഞ്ഞു അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസിന്റെ ഒരു നോളജ് വേണം. ഇന്ന് ഗൂഗിളിൽ ഇട്ടാ കുറെ ആപ്സും വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അവൈലബിളാ. ഈ ഒരു ഇൻഗ്രീഡിയന്റിനെ പഠിക്കണമെങ്കിൽ നമുക്ക് കിട്ടും 300-400 പേജസ് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ട്രിച്ചിഡിയ, കാറ്റിഗോ ആകട്ടെ, ഇതില്
എല്ലാ all 12 ഇൻഗ്രീഡിയൻസ് ആർ വെരി വെരി പവർഫുൾ. ഇതിൽ ഈ ഇൻഗ്രീഡിയന്റ് ബെസ്റ്റ്, ഇത് ബെസ്റ്റ് അല്ല, ഇത് നമ്പർ 1 നമ്പർ 2 അങ്ങനെ തിരിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. all 12 ആർ ഈക്വലി പൊട്ടന്റ് ആൻഡ് പവർഫുൾ. ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം ട്രൈബുലസ് ടെറസ്ട്രീസ് ഉണ്ട്, സ്റ്റെവിയ ഉണ്ട്. ഓക്കെ, പിന്നെ ആമസോൺ ഫോറസ്റ്റിൽ നിന്ന് ടിച്ചിലിയ കാറ്റിഗുവ, അത് ഒരു തുപ്പി ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ് യൂസ് ചെയ്ത ഹേർബ്. അത് ഡോക്ടർ മൈക്കൽ വി സ്ട്രാറ്റൻ അയാളാ ഈ ഹേർബിനെ പുറത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ആഫ്രോഡിസിയാക് ഏജന്റ് എന്ന് മനസ്സിലാക്കി, പിന്നെ അതിലിരിക്കുന്ന കണ്ടന്റ് ഇൻഗ്രീഡിയന്റ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെയാ ഇത് ലോകത്തിൽ വന്നത്, കെയിം ടു പബ്ലിസിറ്റി ആയത്. കാരണം തുപ്പി ഇന്ത്യൻസ് ആർ വെരി പവർഫുൾ ട്രൈബ് അവര്. ഓക്കെ, അവര് ഹണ്ട് ചെയ്ത് മുന്നടിയത്. അപ്പൊ ഇത് അവര് വെരി സ്ട്രോങ് പീപ്പിൾ, അവർക്ക് അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വെരി ഹെൽത്തി പീപ്പിൾ, ജെനിറ്റൽ ഓർഗൻസ് ആർ വെരി പവർഫുൾ. പിന്നെ സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ മിനിമം 2.5 hours അവര് ഇന്റർകോഴ്സ് ചെയ്യുന്ന. അപ്പം ഇയാൾക്ക് ഇത് കണ്ടിട്ട് വളരെ ഡൗട്ടായി, എന്തുവാ ഈ തുപ്പി ഇന്ത്യൻസ് എന്ന് പറയുന്ന മനുഷ്യനാണോ ഇല്ല മൃഗമാണോ എന്ന്. അത്ര പവർഫുൾ ആയിരുന്നു. അങ്ങനെയാ അവര് വെരി ഓഫൺ ഈ ഹേർബിനെ യൂസ് ചെയ്ത്, അതിന്റെ പഴങ്ങള്, പൂക്കള്, ഓക്കെ, അതിന്റെ ബാർക്ക്, മരത്തിന്റെ തൊലി, ബാർക്ക്, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പിടിച്ചെടുത്ത് അങ്ങനെ പുള്ളി പോയി ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് മൈസിലും ഗിനിയ പിഗിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പുള്ളി കണ്ടുപിടിച്ചതാ. അതിന് പേര് വെക്കുമ്പോൾ പുള്ളി ട്രിച്ചിലിയ കാറ്റിഗുവ എന്ന് പേര്. ഇത് ഒരു ഗ്രീക്ക് നെയിമാണ്. ഗ്രീസില് ഗോഡസ് ഓഫ് ലവ്, കാറ്റിഗുവ എന്ന് പറഞ്ഞാൽ ഗോഡസ് ഓഫ് ലവ്. തമിഴില് കാതൽ ദേവത എന്ന് പറയും, കാതൽ ദൈവം. ലവ് അതിന്റെ ദൈവമാണ്. അങ്ങനെയാ അങ്ങനെ പേര് വെക്കുന്നത്, ടിച്ചിലിയ കാറ്റിഗുവ. ഇങ്ങനെ ഓരോ ഹേർബും അതിന് പുറകിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹോണി ഗോട്ട് വീഡ്, ഇത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. പിന്നെ കോഡിസെപ്സ്, ഇറ്റ്സ് എ മഷ്റൂം. ഓക്കെ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് മോർ ദാൻ 7 lakh to 10 lakh per kilogram ഉണ്ട്. ചൈനീസ് സ്പോർട്സ് പീപ്പിൾ ഒക്കെ വെരി ഓഫൺ അവർ യൂസ് ചെയ്യുന്ന ഹേർബ് ആയത്. കാരണം ലങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആകും, ബ്രീത്തിങ്, എക്സസൈസ്, പെർഫോമൻസ് ഇംപ്രൂവ് ആകും. കാരണം ഇത് ലങ്സിലാണ് വർക്ക് ചെയ്യുന്ന, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ആകും. അതുകൊണ്ട് ഈ ശ്വാസമുട്ടലുള്ള പേഷ്യന്റ് ഒക്കെ കഴിച്ചാൽ നമുക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ റീസൺ ഇതാ. ദാറ്റ്സ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പം കോഡിസെപ്പും ഇതൊക്കെ ആരാ വെളി കൊണ്ടുവന്നറിയാമോ? ഇടയന്മാർ, ഷെപ്പേർഡ്സ്. അവരാ മെഡിക്കൽ വേൾഡിനെ ഈ ഹേർബിനെ അവരാ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ആളുകൾ ഈ ഹേർബ്സിനെ കഴിച്ചിട്ട് വലിയ ശല്യം ചെയ്യുന്നത് നമുക്കറിയാം. ആനിമൽസ് ത്രൂ ഔട്ട് ദി ഇയർ മീറ്റിംഗ് ചെയ്യത്തില്ല, അതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. ഓൺലി ഹ്യൂമൻ ബീയിങ് ഇസ് നോ അവൈലബിൾ ഫോർ സെക്സ് ത്രൂ ഔട്ട് ദി ഇയർ, ബട്ട് നോട്ട് അനിമൽസ്. അതിനൊരു സീസൺ ഉണ്ട്, ആ സമയത്ത് മീറ്റിംഗ് ചെയ്യുന്നു. പക്ഷെ ഈ ഹേർബ്സിനെ കഴിച്ചിട്ട് ഈ മെയിൽ ഗോട്ടില് ആടുകൾ ശല്യം ചെയ്യുന്നു. അപ്പം ഈ ഷെപ്പേർഡ് ഇടയന്മാർക്ക് ഡൗട്ട് വന്ന് എന്തുവാന്ന് അങ്ങനെ അവര് ടെസ്റ്റ് ചെയ്തപ്പോൾ അനലൈസ് ചെയ്തപ്പോഴാ ഈ ഹേർബ്സിനെ കഴിക്കുമ്പോഴാ ഇത് ഈ ആടിന് ഇത്ര ബോഡിയിൽ ഈ വ്യത്യാസങ്ങൾ വരുന്നെന്ന്. അങ്ങനെ അതിനാ ഹോണി ഗോട്ട് വീടിന് വേറെ ഒരു പേരുണ്ട്, റൗഡി ഹൂ ഗോട്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കുറച്ച് ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അതിലിരിക്കുന്ന സബ്സ്റ്റൻസ് എല്ലാം, ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാം വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എലിക്സർ മിക്സ് എന്താന്ന് പറഞ്ഞാൽ അതുമുണ്ട് ഇതിൽ വൈറ്റമിൻസ്, മിനറൽസ്, എല്ലാ ഓൾ ടൈപ്പ് ഓഫ് വൈറ്റമിൻസ്, ബി കോംപ്ലക്സ്, വിറ്റമിൻ എ, ഡി, ഇ, കെ, ഫാറ്റ് സോളിബിൾ വിറ്റമിൻ, വാട്ടർ സോളിബിൾ വിറ്റമിൻസ് എല്ലാം ഇതിലുണ്ട്. ട്രേസ് എലിമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഒമേഗ 369 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പ്യൂഫ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ഇങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പാർട്ട് ഫ്രം ഇത് കൂടാതെ ഇതിലൊരു അഡീഷണൽ സബ്സ്റ്റൻസ് ഉണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അടുത്തത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അസ്റ്റൽ കൊളൈൻ, ഡോപ്പമിൻ, സീറോട്ടോണിൻ, നോർഎഫിനെഫ്രിൻ, ഇങ്ങനെ കുറെ കെമിക്കൽസ്. ഇതെല്ലാം ബ്രെയിനിൽ സെക്രീറ്റ് ആകുന്ന കെമിക്കൽസ്, വെരി എക്സ്പെൻസീവ് കെമിക്കൽസ്. ഈ കെമിക്കൽസ് റിലീസ് ആയില്ലെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ അഫക്റ്റ് ആകും, അങ്ങനത്തെ ഒരു പവർഫുൾ ആയ കെമിക്കൽ അത്, ഒരു നാർക്കോട്ടിക് ഫാമിലി ചേർന്ന കെമിക്കൽസ് ഇതൊക്കെ. ബോഡി അങ്ങനെ റിലാക്സ് ചെയ്യും, അതായത് മെയിൻ. നമുക്ക് ഫോക്കസ്, കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് വലിയ സബ്ജക്ട്, അതൊക്കെ കെമിക്കൽസ് ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം എടുക്കണം. ഓക്കെ, ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുക. അപ്പൊ ഇതില് ഈ ടിച്ചിലിയ കാറ്റിഗുവ, കോഡിസെപ്സ്, സോപ്പാമോട്ടോ അറിയാം നമുക്ക്. ഒമേഗ 3,6 ഫാറ്റി ആസിഡ്സ് കൂടുതലുണ്ട് ബഹാമസ് ഐലാൻഡ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് ട്രൈബുലസ് ടെറസ്ട്രീസ് സ്റ്റെവിയ, ചൈനയിൽ നിന്ന് കോഡിസെപ്സ്, ഹോണി ഗുഡ് വീഡ്, ബഹാമസ് ഐലൻഡിൽ നിന്ന് സോപ്പാമോട്ടോ ഉണ്ട്, പംകിൻ സീഡ് ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ പംകിനാണ്.
ബോട്ടിൽ നെക്ക് പംകിൻ അല്ലെങ്കിൽ ക്രൂക്കഡ് നെക്ക് പംകിൻ. കാരണം പംകിനിൽ മത്തങ്ങയില് ഒരു 300 വെറൈറ്റി ഉണ്ട്. നമ്മൾ പംകിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ, ഇതൊരു സ്പെഷ്യൽ. ഇത് കട്ട് ചെയ്ത് അതിന്റെ ഫ്ലൂയിഡ് റെഡിഷ് കളറിലാണ് വരുന്നത്, അതിന്റെ സീഡ്. ഓക്കെ, അതെല്ലാം അതില് ഒത്തിരി മിനറൽസ്, കാൽഷ്യം, മെഗ്നീഷ്യം, വെരി പവർഫുൾ മിനറൽസ് അതിലിരിക്കുന്നത്. സിങ്ക്. ഓക്കെ, ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാൻ കാരണം അത് വൈറ്റമിൻ സി, എല്ലാം കുറെ സബ്സ്റ്റൻസ് ഉണ്ട്. പിന്നെ ആഫ്രിക്ക എന്ന് ബ്ലിഗിയ, ഒരു ലിച്ചി പോലത്തെ ഒരു ഫ്രൂട്ട്. പാസിഫ്ലോറ, പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലവേഴ്സ്. ജബുട്ടിക്കാബ ഈസ് അഗൈൻ ഫ്രം ബ്രസീൽ. ഗ്രേപ്സ്, ബ്ലാക്ക് ഗ്രേപ്സ്. അത് ഇന്ത്യൻ ഗ്രേപ്സിനെക്കാളും വളരെ ഹാർഡ് എഡിബിൾ ഫ്രൂട്ട്. അത് വളരെ ഹാർഡ്. അപ്പൊ അതിന്റെ സീഡും വെരി പൊട്ടന്റ്. നമുക്കറിയാം ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റിലൊക്കെ വളരെ പൊട്ടന്റ് ആന്റി ഓക്സിഡന്റ്, റിസർവട്രോൾ പറഞ്ഞു. ഹാർട്ടിനൊക്കെ, കാർഡിയാക് ഹെൽത്തിനൊക്കെ ബെറ്റർ അത്. ഓക്കെ, ഇങ്ങനെ എല്ലാം ഈ 12 ഒന്നിച്ച് ചേരുമ്പം, ദാറ്റ്സ് ദ റീസൺ എലിക്സിർ മിക്സ് ബിക്കംസ് എക്സ്ട്രാ പവർഫുൾ. ഇന്ന് മാർക്കറ്റിൽ നമുക്കറിയാം, ഇന്ന് കുറെ സ്റ്റെം സെൽസ് ഉണ്ട്. അതുമല്ലാതെ ഈ ഹെൽത്ത് വെൽനസ് ഇൻഡസ്ട്രിയിലെ സ്റ്റെം സെൽസ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എന്തുവാ ഒരു റെവല്യൂഷൻ പറയാൻ, ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകും. കാരണം ഇന്ന് എല്ലാ കമ്പനീസ് ആർ ഫോക്കസിങ് ഓൺ സ്റ്റെം സെൽസ്. ഓക്കെ, അതുകൊണ്ട് ഇനിയും ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ഉള്ളിൽ നോക്കിയാൽ കുറെ പ്രോഡക്ട്സ് വരും. ഓക്കെ, ഇന്നും ഓൾറെഡി മാർക്കറ്റിലുണ്ട് പ്രോഡക്ട്സ്. ബട്ട് ആ പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ എലിക്സിർ മിക്സോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് ചില മാർക്കറ്റിലെ പ്രോഡക്ട്സ് 2 grams ഉണ്ട്, 3 grams ഉണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഡോസേജ് നോക്കി അറ്റ് എ ടൈം ഒരു നേരം ഒന്നിച്ചെടുക്കണം. 3 grams ഒന്നിച്ചെടുക്കണം. പക്ഷെ എലിക്സിർ മിക്സ് അതിന്റെ പകുതിയേ ഉള്ളൂ, ജസ്റ്റ് 1.5 gram. ഒരാള് പുതിയ ഒരു കോഴ്സ് തുടങ്ങുന്ന ഒരു പുതിയ വ്യക്തി ജസ്റ്റ് ഫസ്റ്റ് ഡേ ഒരു 1.5 പൗച്ച് ഇട്ടെന്ന് വെച്ചോ, 3 ദിവസത്തിന് പുള്ളിയെ കൊണ്ട് എണിച്ച് നടക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത്ര പവർഫുള്ളാണ്. അപ്പൊ ഈ വിഷയം പറയുമ്പോൾ ആൾക്കാർ നെഗറ്റീവ് പറയും, എന്തുവാ ഒരു സപ്ലിമെന്റ് എങ്ങനെ വേദന ഉണ്ടാക്കാം? അത് ശരിയല്ലല്ലോ. അങ്ങനെയല്ല. നമുക്കറിയാം ചില ഹെർബ്സ് എല്ലാം ഭയങ്കര പൊട്ടൻസി, വെരി പവർഫുൾ ഹെർബ്സ് ഉണ്ട്. ചില സം ഹെർബ്സ് ആർ പോയിസണസ്, ഇല്ലേ? ഇപ്പൊ പോയിസൺ ഉള്ള ഹെർബ്സ് ഉണ്ട്, ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്താൽ കൊളാപ്സ് ആകും ആൾക്കാര്. അപ്പൊ അതിന്റെ പവർ എത്ര നോക്കണം. അതേപോലെ ഇതും വളരെ പൊട്ടൻസി, ബട്ട് ഹാർംഫുൾ എഫക്റ്റ് അല്ല. ബോഡിക്ക് ബെനിഫിഷ്യൽ എഫക്റ്റാ കൊടുക്കുന്നത്. പക്ഷെ ബോഡി അതിന് സെറ്റ് ആകണം. അതിന് നമ്മുടെ ബോഡിയെ സ്റ്റെബിലൈസ്, അതിന് ടൈട്രേഷൻ എന്ന് പറയും. ഒരു ഡ്രഗ് ടൈട്രേഷൻ വാല്യൂ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പാരസെറ്റമോൾ എടുത്ത 650 mg പറയുന്നില്ലേ, 250 mg, ആ മില്ലിഗ്രാം അവർ എങ്ങനെയാ കൊണ്ടുവരുന്നത്? അതാ ടൈട്രേഷൻ വാല്യൂ. അതേപോലെ ഇതിനും നമ്മുടെ ബോഡിക്ക് ഇത് സെറ്റ് ആകണം. അതുകൊണ്ടാണ് ഇത് പവർഫുൾ. ടോക്സിൻസ് പുറത്താക്കുന്നത് മാത്രമല്ല, മസിൽസിനെ കൺട്രാക്ഷൻ ചെയ്യുന്നത് ആദ്യം ഇനീഷ്യലി. അതുകൊണ്ടാണ് ഈ പെയിൻസ് ഒക്കെ വരാൻ കാരണം. മസിൽസിനെ കൺട്രാക്ഷൻ, മസിൽ റിലാക്സ് ആകണം. അപ്പൊ കൺട്രാക്ഷൻ തെറ്റാണോ? അല്ല, രണ്ടും വേണം. മസിൽ കൺട്രാക്ഷനും വേണം, മസിൽസ് റിലാക്സേഷനും വേണം. രണ്ടും നടക്കണം, എന്നാലേ മസിൽ സ്ട്രെങ്ത് ആകത്തുള്ളൂ. അപ്പൊ ഇനീഷ്യലി എടുക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് പവർഫുൾ ആയിക്കൊണ്ട് മസിൽ പിന്നെ ഒരു ബോഡി സെറ്റ് ആയി കഴിഞ്ഞ ഉടനെ ഒരു 1 week 10 days ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പൗച്ച് അറ്റ് എ ടൈം കഴിക്കാം. നമുക്ക് ആൾക്കാരുണ്ട്, നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, സിംഗിൾ പൗച്ച് ഒരു ദിവസം ഒരു പൗച്ച് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, നമുക്ക് ഡെമോക്ക് നമുക്ക് ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ 5 പൗച്ചും കഴിക്കും. ആർക്കെങ്കിലും വീഡിയോ വേണോ, എടുക്കാൻ താല്പര്യം ഉണ്ടോ? മാർക്കറ്റിൽ ആരെങ്കിലും നെഗറ്റീവ് ഇങ്ങനെ പ്രോഡക്റ്റ് പെയിൻഫുൾ ആണല്ലോ, അത് ശരിയല്ല ആരെങ്കിലും പറഞ്ഞ 5 പൗച്ച് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ പറയാം. പക്ഷെ യു ഹാവ് ടു പേ ദ പ്രോഡക്റ്റ് കോസ്റ്റ്. ആ കോസ്റ്റ് നിങ്ങൾ പേ ചെയ്താൽ നമുക്ക് ഡെമോ കാണിക്കാം. ഓക്കെ, 5 പൗച്ച് അറ്റ് എ ടൈം കഴിക്കാൻ ആൾക്കാർ റെഡി. കാരണം അവർ ബോഡി അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ യു ഹാവ് ടു ടേക്ക് ഇറ്റ് കണ്ടിന്യൂസ് എടുത്താൽ നമ്മൾ ബോഡി സെറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാ, ടോക്സിൻസ് എടുക്കുന്ന മാത്രമല്ല, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകും. അപ്പൊ ഓടാത്ത ഇടത്തിലൊക്കെ ബ്ലഡ് ഫ്ലോ ഓടുമ്പോൾ, നെർവസ് കണ്ടക്ഷൻ കൂടുമ്പോൾ ആ പെയിൻ വരുന്ന, പിന്നെ മസിൽ കൺട്രാക്ഷൻ, ഇതൊക്കെ ഉള്ള കൊണ്ടാണ് ഈ പെയിൻ ഒക്കെ വരുന്നത്. പിന്നെ വാത, പിത്ത, കഫ, അത് ബേസ് ചെയ്തിട്ടില്ല ആയുർവേദിക് ഡിസീസ്, ആയുർവേദിക് പ്രിൻസിപ്പൾ അതല്ലേ. അപ്പം എല്ലാ മനുഷ്യനും ഈ വാത, പിത്ത, കഫ കറക്റ്റ് ആയിരിക്കും ഇല്ല, ഏതെങ്കിലും ഒരു ഇംബാലൻസ് കാണും. അതിനെ ബാലൻസ് ഇത് എലിക്സിർ മിക്സ് അകത്ത് ചെന്ന ഉടനെ അതിനെ ബാലൻസ് ചെയ്യും, ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ സിംറ്റംസ് ഒക്കെ വരുന്ന. പെയിൻ മാത്രമല്ല, എല്ലാവർക്കും പെയിൻ വരുന്നില്ല, ചില ആൾക്കാർക്ക് പെയിൻ വരുന്നില്ല.
ഹെഡേക്ക്, ബാക്ക് ഏക്ക്, ലൂസ് സ്റ്റൂൾസ്, റണ്ണിങ് നോസ്, സ്കിൻ എറപ്ഷൻ, വോമിറ്റിംഗ്, ഇതെല്ലാം വരും. അപ്പൊ അത് വാത, പിത്ത, കഫ അതിന് ബേസ് ചെയ്തിട്ടാ. പിത്തം കൂടുതലുള്ള ആൾക്കാർ ഛർദിക്കും. ഓക്കെ, ദാറ്റ്സ് സയൻസ്. ഈ ഡീടോക്സിഫിക്കേഷന്റെ സിംറ്റംസ് അത് ഈ ഹെൽത്ത് വെൽനസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല ഇതിന്റെ നോളജ് ഇല്ലാത്ത ആൾക്കാർ വേണമെങ്കിൽ എന്ന് വേണമെങ്കിലും കളിയാക്കും, പറയും, എല്ലാം പറയും. പക്ഷെ നോളജ് ഉള്ള ആൾക്കാർ അക്സെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇനിഷ്യലി നമുക്ക് ഇതെല്ലാം 12 ഗ്രീൻ ആപ്പിൾ ആകട്ടെ, നമുക്കറിയാം ഗ്രീൻ ആപ്പിൾ ഇതെല്ലാം സ്റ്റെം സെൽസ്, 3 സ്റ്റെം സെൽസ് ഉണ്ട് ഇതില്ലേ നമുക്ക്. ഗ്രീൻ ആപ്പിൾ, റെഡ് പീച്ച് ആൻഡ് ജബുട്ടിക്കാബ. സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ അത് പവർഫുൾ ആണ്. ഓക്കെ, ഒരു ഡ്രോപ്പ് സ്റ്റെം സെൽസ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക, ഞാൻ ഒരു 1000 കിലോഗ്രാം ആപ്പിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി കാണും. ഈ ഒരു ഡ്രോപ്സ് ആപ്പിൾ, ഗ്രീൻ ആപ്പിളിന്റെ ഒരു സ്റ്റെം സെൽ, ഒരു ഡ്രോപ്പ് വെച്ച് കൊണ്ട് നമുക്ക് 1000 കിലോ ആപ്പിൾസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്ര പവർഫുൾ ആയി ഈ ഗ്രീൻ ആപ്പിൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ റെഡ് പീച്ചിന്റെ സ്റ്റെം സെൽസ് ആകട്ടെ, പിന്നെ ജബുട്ടിക്കാബയുടെ സ്റ്റെം സെൽസ് ആകട്ടെ, 3 സ്റ്റെം സെൽസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാക്ട്സ് ഉണ്ട്. എല്ലാ ഹെർബ്സിന്റെ ഡിഫറെന്റ് പാർട്സും ഉണ്ട്. ഈ എല്ലാ 12 ഹെർബ്സും പല ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വരുന്നതാ. ഓൾമോസ്റ്റ് എല്ലാ കോണ്ടിനെന്റ് കവർ ആകുന്നുണ്ട്. ഓക്കെ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, എല്ലാ കോണ്ടിനെന്റും കവർ ആകുന്നുണ്ട്. അപ്പൊ എല്ലാ പ്ലേസിലും ഇരിക്കുന്ന ബെസ്റ്റ് ഹെർബാ, നമ്പർ 1 ഹെർബാ നമ്മൾ എടുക്കുന്നത്. ദാറ്റ്സ് ദ സൈൻ. അതുകൊണ്ടാണ് ഇതിന്റെ പൊട്ടൻസി കൂടുതൽ. ഓക്കെ, അത് നമുക്ക് ആ സയൻസ് മനസ്സിലാക്കിയാൽ ഓക്കെ ശരിയായിക്കോളും, നോ പ്രോബ്ലം. അപ്പം അടുത്തത് ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയും സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു എസ്റ്റിമേറ്റഡ് റിപ്പോർട്ട് എന്തോ പറയുന്നത് അറിയോ? ഹ്യൂമൻ ബോഡിയിൽ 30 ട്രില്യൺ to 37 ട്രില്യൺ സെൽസ് ഉണ്ടെന്നാ പറയുന്നത്. 1 ട്രില്യൺ എന്ന് പറയുമ്പോൾ എത്ര? 1 lakh crore, 1 ലക്ഷം കോടി. അപ്പൊ നമ്മൾ മിനിമം എടുക്കാം, മാക്സിമം 37, മിനിമം എത്ര? 30. മിനിമം എടുക്കാം. 30 ട്രില്യൺ സെൽസ് ആണെങ്കിൽ 30 ലക്ഷം കോടി സെൽസ് ഒരു ഹ്യൂമൻ ബോഡിയിലുണ്ട്. വിചാരിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഒരു തനി വ്യക്തിയല്ല, ഒരു സിംഗിൾ പേഴ്സൺ അല്ല. ഓക്കെ, നമ്മുടെ കൂടെ എത്ര പേരുണ്ട്? 30 ലക്ഷം സെൽസ് ഉണ്ട്. ഒന്ന് വിചാരിച്ച് നോക്കി, ഇത്ര എണ്ണമുള്ള സെൽസ് നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അത് ഒരു ഹ്യൂമൻ ബോഡിയിൽ. അപ്പൊ സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സെല്ലുലാർ ന്യൂട്രീഷൻ? എലിക്സർ മിക്സ് ഇസ് സെല്ലുലാർ ന്യൂട്രീഷൻ. അപ്പൊ 3 വിഷയം അതിന് വേണം. ഒന്ന് മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, വാട്ടർ. നമ്മൾ എലിക്സർ മിക്സ് കഴിച്ചിട്ട് രാത്രി ഒരു പോർഷൻ നാവിന്റെ അടി വെച്ച് പിറ്റേ ദിവസം രാവിലെ പകൽ കാലങ്ങളിൽ എന്തുവാ പറയുന്നത്? കൂടുതൽ വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. നോർമലി നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ 2 ലിറ്റർ കുടിക്കും. 2 ലിറ്റർ കുടിക്കുന്നതാണെങ്കിൽ ഒരു 1/2 ലിറ്ററോ 3 ലിറ്റർ നിങ്ങളുടെ കിഡ്നി പ്രൊഫൈൽ നല്ലതാണെങ്കിൽ യു ക്യാൻ കുറച്ചുകൂടെ കുടിക്കണം എന്ന് പറയുന്നു. കാരണം വെള്ളം അത്യാവശ്യമാണ്. ഓക്കെ, ഹ്യൂമൻ ബോഡി നമുക്കറിയാം 80% ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ടർ. അപ്പൊ സെൽസിലെല്ലാം വാട്ടറും ഉണ്ട്. അപ്പൊ ഒരു സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ 3 വിഷയം ഇമ്പോർട്ടൻറ്റ്: മാക്രോ, മൈക്രോ ആൻഡ്. മാക്രോ എന്ന് പറയുമ്പോൾ എന്തുവാ? പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇതാ മാക്രോ. മൈക്രോ എന്ന് പറയുമ്പോൾ വിറ്റമിൻസ്, മിനറൽസ്, ട്രേസ് എലിമെന്റ്സ്, ഇങ്ങനത്തെ അമിനോ ആസിഡ്സ്. ഇതാ മൈക്രോ. വെള്ളവും നമ്മൾ എക്സ്ട്രാ കുടിക്കണം. കുടിച്ചാൽ ഈ പെയിൻ ഒക്കെ വേഗം സെറ്റിൽ ആകും. ഓക്കെ, നമ്മൾ വേഗം ഈ ഡീടോക്സിഫിക്കേഷൻ സിംറ്റമിൽ നിന്ന് പുറത്തു വരും. പിന്നെ ബോഡി നല്ല എനർജി ആയിരിക്കും. ഇപ്പൊ സെൽസിന് ഇത്രം ട്രില്യൺ സെൽസ് ബോഡി കിടക്കുമ്പം ഈ സെൽസിന് വേണ്ടിയ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, എല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്കെ, എല്ലാം പ്രോസസ്ഡ് ഫുഡ്. ഇങ്ങനെ കഴിക്കുമ്പം നമുക്ക് ഓപ്റ്റിമൽ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. ഓക്കെ, ഇനഫ് ഓഫ് പ്രോട്ടീനോ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല, കുറവാ, തീരെ കുറവാ. ഓപ്റ്റിമൽ സെൽസിന്റെ ഓപ്റ്റിമൽ ഫംഗ്ഷൻ വേണമെങ്കിൽ ഐക്കോസോപ്പ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് വേണം, സിമ്പിൾ ഷുഗർ വേണം, വിറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ട്രേസ് എലിമെന്റ്സ് വേണം. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം വന്നാല് ഈ സെല്ലുലാറിന്റെ പ്രോസസ് കറക്റ്റ് ആയിട്ട് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കാൻ പറയും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് മാക്രോ കിട്ടും, മൈക്രോ കിട്ടത്തില്ല. അപ്പൊ എലിക്സർ മിക്സ് എടുത്താൽ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. അപ്പം ഈ സെല്ലുലാർ സെൽ നമ്മൾ പറയുന്ന സെൽ, അതിൽ എന്തുവാ സംഭവിക്കുന്നത്? അപ്പൊ എനർജി പ്രൊഡക്ഷൻ അവിടെയാണ് നടക്കുന്നത്. എനർജി ഇല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ എപ്പോഴും ടയർനെസ്, ഫെറ്റിഗ് കണ്ടിട്ടുണ്ടോ? എപ്പോ നോക്കിയാലും ടയർനെസ്. കാരണം എന്തുവാ? സെല്ല് വീക്കാ. അപ്പൊ എനർജി പ്രൊഡക്ഷൻ വേണം. DNA റിപ്പയർ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സെല്ലിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടണം. വേസ്റ്റ് റിമൂവൽ ആവണം. ഇന്ന് മാർക്കറ്റില് വേണമെങ്കിൽ സെല്ലുലാർ ന്യൂട്രീഷൻ പറയാം, ചിലപ്പം എനർജി പ്രൊഡ്യൂസ് ആകാം.
DNA ഒക്കെ റിപ്പയർ ആകാൻ ചാൻസ് ഉണ്ടെന്ന് അത് ഒരു കംപ്ലീറ്റ് പാക്കേജ് വേണം. ഓക്കെ, ഇത്തരം മിനറൽസ്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസ്, ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, ഇതെല്ലാം വേണം. ഈ നമ്മുടെ ഇതില് കാറ്റുബൈൻ, ഓക്കെ, ഇങ്ങനെ കുറെ സ്റ്റെവിൻ, ഇങ്ങനെ കുറെ ഹാർമൈൻ, കോഡിസെപ്പിൻ, ഇങ്ങനെ കുറെ ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ് ഉണ്ട്. അപ്പം പ്രോപ്പർ എനർജി പ്രൊഡക്ഷൻ ബോഡി സെല്ലിൽ നടക്കും, DNA റിപ്പയറും നടക്കും, വേസ്റ്റ് റിമൂവൽ, ദാറ്റ് ഈസ് ദ ക്ലീൻ അപ്പ് സിസ്റ്റം, വേസ്റ്റ് റിമൂവൽ അത് നടക്കണം. ഓക്കെ, കാരണം സെല്ല് റിപ്പയറും എനർജി പ്രൊഡ്യൂസ് ആയാൽ മാത്രം മതിയാകില്ല. വേസ്റ്റ് റിമൂവൽ, സെൽസിലും വേസ്റ്റുകൾ ഡെയിലി പ്രൊഡ്യൂസ് ആകാൻ പാടില്ല. അതും ഈ ഓരോ സെല്ലിൽ ഇരിക്കുന്ന വേസ്റ്റും ടോക്സിൻസും പുറത്താകണം. അതാ വേസ്റ്റ് റിമൂവൽ. പിന്നെ ഇൻഫ്ലമേഷൻ റെഗുലേഷനും നടക്കണം. കാരണം ഈ പ്രോസസ് ഒക്കെ നടക്കുമ്പോൾ സെൽസിൽ ഇൻഫ്ലമേഷൻ വരും. അതും കറക്റ്റ് റെഗുലേഷൻ. ഈ 4 പോയിന്റ് നടന്നാലേ അത് പ്രോപ്പർ സെല്ലുലാർ ന്യൂട്രീഷൻ പറയാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റിൽ കുറെ പ്രോഡക്ട്സ് കാണാം, വേണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ എലിക്സിർ മിക്സ് കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടാൻ ചാൻസ്. സോറി, ഇതാ റീസൺ. ജനങ്ങള് ഇത് കഴിച്ചുടന്ന് സന്തോഷമാകുന്നു, ഹാപ്പി ആകുന്നു, ആക്റ്റീവ് ആകും. ചില ആൾക്കാരൊക്കെ ചോദിച്ചാൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നില്ല. എന്തോന്ന് അറിയുന്നില്ല, ഒരു ചാർജ് ഉണ്ട് ബോഡിയിൽ, ഒരു എനർജി ഉണ്ട്. ഇതാ വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ല 30 ലക്ഷം കോടി സെല്ലുകളും അതിന്റെ എല്ലാ സെൽസിലും എനർജി പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. എനർജി എവിടെ നിന്നാ പ്രൊഡ്യൂസ് ആകും? നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെ, കാർബോഹൈഡ്രേറ്റ്, അത് കൺവേർട്ട് ആയി ഗ്ലൂക്കോസ് ആകും, ഗ്ലൂക്കോസ് കൺവേർട്ട് ആകും. നമ്മൾ സ്കൂളിൽ പഠിച്ചു കാണും ATP, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ്, അതാ എനർജി. അത് പിന്നെയും ബ്രേക്ക് ഡൗൺ ആകും, ഫോസ്ഫേറ്റ് എനർജി. ഓക്കെ, അപ്പൊ ഹീറ്റ് ബോഡിക്ക് പ്രൊഡ്യൂസ് ആകുന്നു. ഇതെല്ലാം ഈ എനർജി കൺവേർഷൻ കൊണ്ടാണ്. ഇത് ആയിലേക്ക് വീക്ക്നെസ് ആണ്. അപ്പൊ എനർജി പ്രൊഡ്യൂസ് ആയാൽ മാത്രം പറ്റത്തില്ല, DNA റിപ്പയർ നടക്കണം ഡെയിലി ബേസിസിൽ. പിന്നെ ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞ ഉടനെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് വരും, ഒരു കെമിക്കൽ റിയാക്ഷൻ A+B=AB. ഒരു ബൈ പ്രോഡക്റ്റ് ഒക്കെ വരത്തില്ല, എൻ പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ വേസ്റ്റ് റിമൂവൽ, ആ ക്ലീൻ അപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രോസസ് നടക്കുമ്പോൾ സെൽസിന്റെ അകത്ത് ഇൻഫ്ലമേഷൻ വരും, അതും റെഗുലേറ്റ് ആകണം. അപ്പൊ ഒരു കംപ്ലീറ്റ് സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയാം നമുക്ക് എലിക്സിർ മിക്സിനൊക്കെ. ഈ 4 വിഷയങ്ങൾ ഞാൻ ഇന്ന് പറയുന്ന ക്ലാസ് കുറച്ച് ഡെപ്ത് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വിഷയങ്ങൾ മറക്കരുത്. എന്തുവാ? എനർജി പ്രൊഡക്ഷൻ, DNA റിപ്പയർ, വേസ്റ്റ് റിമൂവൽ ആൻഡ് ഇൻഫ്ലമേഷൻ റെഗുലേഷൻ. ഈ 4 പോയിന്റും എലിക്സിർ മിക്സിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാ ഫാസ്റ്റ് റിസൾട്ട് ആൾക്കാരോട് പറയണത്. എന്തുവാ? സെൽസിൽ എനർജി പ്രൊഡക്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കും, DNA റിപ്പയർ നടക്കും, വേസ്റ്റ് സെല്ലുലാർ, ഞാൻ ഹ്യൂമൻ ബോഡിയിൽ ഇരിക്കുന്ന റിമൂവൽ പറയുന്നത്, ഈച്ച് സെൽ വേസ്റ്റ് റിമൂവൽ നടക്കും, ഇൻഫ്ലമേഷൻ റെഗുലേഷൻ. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്ക്. അപ്പൊ സോളമൻ പറയുന്ന ഒരാള്, എന്റെ കൂടെ ആരായിരിക്കുന്ന 30 ലക്ഷം കോടി സെൽസ്, 30 lakh crore. അപ്പൊ ഈ സെൽസ് എല്ലാം ആക്റ്റീവ് ആകുമ്പം ഇതിന്റെ ഈ ബേസിക് ഫങ്ഷൻസ് എല്ലാം ശരിയാകും. എന്താണ് സംഭവിക്കുന്നത്? ടിഷ്യൂസ് എല്ലാം ശരിയാകും. ടിഷ്യൂടെ ഫങ്ഷൻ എല്ലാം ശരിയാകുമ്പോൾ എന്തോ നടക്കുന്നത്? ഓർഗൻസ്, നമ്മുടെ ഹാർട്ട്, ബ്രെയിന്, ലങ്സ്, ഇല്ലേ, ബോഡിയിൽ എന്തൊക്കെ ഓർഗൺ ഉണ്ടോ, വെളിയിൽ കാണുന്ന, അകത്ത് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ഓർഗൻസ് ഉണ്ട്, വിസിബിൾ ഓർഗൻസ് ഉണ്ട്, അതും എല്ലാം ശരിയാകും. ഓർഗൻസ് എല്ലാം ശരിയാകുമ്പോൾ എന്തോ സിസ്റ്റം റെഡിയാകും. സിസ്റ്റം റെഡിയാകുമ്പോൾ നമ്മുടെ ഹോൾ ബോഡി ബിക്കംസ് നോർമൽ. ഓക്കെ, ഹെൽത്തി ആകും. അതാ ഏത് പ്രോബ്ലം വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും, നമുക്കൊരു ചാൻസ് ഉണ്ട്. അതാ ഈ ബേസിക്. ഇത് എന്താ ഒരു പ്രോഡക്റ്റ് എന്ന മാർക്കറ്റിൽ എല്ലാത്തിനും സെപ്പറേറ്റ് പ്രോഡക്റ്റ് ഉണ്ട്. ഈവൻ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ട് എല്ലാം 500+ ഡിസീസ്, 500 ഡിസീസ് ശരിയാകുന്ന പറഞ്ഞാൽ നമ്മളെ മണ്ടന്മാരാക്കും ആൾക്കാർ, അല്ലേ? ഈ ബേസിക് ഫംഗ്ഷൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തോ അസുഖം, കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ സപ്പോർട്ട് കിട്ടും. എലിക്സിർ മിക്സ് ഡയറക്റ്റ് ആയിട്ടല്ല ഈ ഡിസീസിന്റെ അഗൈൻസ്റ്റ് അല്ല ഇത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ബോഡിയെ പ്രിപ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ പ്രിപ്പയർ ചെയ്യുന്ന കൊണ്ട് സെൽസ് എന്തുവാ ചെയ്യുന്നത്? ഓവർകം ചെയ്യും ഈ പ്രോബ്ലം, ഏത് പ്രോബ്ലം വന്നാലും. ഓക്കെ, ഹാർട്ട് പ്രോബ്ലം, സെക്ഷൽ പ്രോബ്ലം, ഇൻഫെർട്ടിലിറ്റി, സ്കിൻ പ്രോബ്ലം, ബ്രീതിങ്, ലങ്സ് പ്രോബ്ലം, കിഡ്നി പ്രോബ്ലം, യു നെയിം ഇറ്റ്, എനി പ്രോബ്ലം, യു നെയിം എനി പ്രോബ്ലം. ഓക്കെ, പ്രോബ്ലം ഡെസ്ട്രോയറാ ഈ എലിക്സിർ മിക്സ്. യു ബ്രിങ് എനി പ്രോബ്ലം, എലിക്സിർ മിക്സ് വിൽ ഡെസ്ട്രോയ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പം ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളും പേഷ്യന്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ എൻവിറോൺമെന്റ് ചിലപ്പം ഡിസ്റ്റർബൻസ് ആയിരിക്കും. കൊച്ചുമക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കും, ചില ആൾക്കാർ TV നോക്കിക്കൊണ്ടിരിക്കും. ആ ഡിസ്റ്റർബൻസിന്റെ ഇടയ്ക്കും നിങ്ങൾ യു ആർ ലിസണിങ് മൈ സ്പീച്ച്.
ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ സെൽസ് ആക്റ്റീവ് ആയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ തിങ്കിങ്, ബ്രീതിങ്, ഈറ്റിംഗ്, മൂവിങ്, അവന്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് നടക്കാൻ കാരണം എന്തുവാ? അവന്റെ സെൽസ്. ഓക്കെ, സോ സെൽസ് ആ നമ്മുടെ ബോഡിക്ക് പവർ ഹൗസ്. ഓക്കെ, സെൽസ് ആ എന്തോ പവർ ഹൗസ്. സെൽസിൽ ഒരു പവർ ഹൗസ് ഉണ്ട്, അതെന്തുവാ? മൈറ്റോകോൺട്രിയ. ഓക്കെ, മൈറ്റോകോൺട്രിയക്ക് പവർ കൊടുക്കുന്ന ആരാന്നറിയാമോ? എലിക്സർ മിക്സ്. സെൽസിന് പവർ കൊടുക്കുന്ന മൈറ്റോകോൺട്രിയക്ക് പവർ കൊടുക്കുന്നത് നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ചു കാണും. സെൽസ്, പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, ഇല്ലേ? ഇങ്ങനെ കുറെ ഇതൊക്കെ ഞാൻ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞത്, മൈറ്റോകോൺട്രിയക്ക് പവർ കിട്ടുന്നത് എവിടെ നിന്ന്? എലിക്സർ മിക്സ്. അപ്പൊ റിപ്പയറിംഗ് DNA, വേസ്റ്റ് റിമൂവൽ, ഇതൊക്കെ പക്കായിട്ട് നടക്കും. എലിക്സർ മിക്സ് സപ്പോർട്ട്സ് ദ ഹെൽത്ത് ഓഫ് യുവർ മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് നമുക്ക് എനർജി. ഓക്കെ, റൈറ്റ്. ഇത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന സ്റ്റെം സെൽസ് ആക്റ്റീവ് ആവും. മെയിൻ നമ്മുടെ എല്ലാവരുടെ ബോഡിയിലും സ്റ്റെം സെൽസ് ഉണ്ട്, അത് ആക്റ്റീവ് ആകും. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഓർഡിനറി സെൽസ്, സ്പെഷ്യൽ സെൽസ്. അവര് ഒരു ഓർഗനായിട്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. അല്ലെങ്കിൽ ഒരു ഓർഗൻ എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ഈസ് എൻ ഓർഗൻ. ഫോർ എക്സാമ്പിൾ, ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഹാർട്ടിൽ റിപ്പയർ ചെയ്യാൻ, റിജുവനേഷൻ ചെയ്യാൻ, അതിന്റെ ഫങ്ഷൻസ്, നഷ്ടപ്പെട്ട ഫങ്ഷന് റെസ്റ്റോർ ചെയ്യാൻ ഈ സ്റ്റെം സെൽസിന് കഴിവുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ആൾക്കാർക്ക് അസുഖം വരാൻ കാരണം എന്താ? ഹാർട്ട് വീക്ക് ആകാൻ കാരണം എന്തുവാ? വേണമെങ്കിൽ ഡോക്ടേഴ്സ് പറയും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, സ്ട്രെസ്, സ്മോക്കിംഗ്, ഇങ്ങനെ റീസൺ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടായാലും BP ഉണ്ടായാലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ അഡൽട്ട് സ്റ്റെം സെൽസ് ആക്റ്റീവായി ഇരുന്നാൽ ഈ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നമല്ല, ഹാർട്ടിനെ ബാധിക്കത്തില്ല. സ്റ്റെം സെൽസ് അതിനെ ടേക്ക് ഓവർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് ഈ സ്റ്റെം സെൽസ് എല്ലാം ഇനാക്റ്റീവ് ആയിരിക്കും. ദാറ്റ്സ് ദ റീസൺ അറ്റാക്ക് വരാൻ കാരണം, സ്ട്രോക്ക് വരാൻ കാരണം. സ്റ്റെം സെൽസിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ സെല്ലുലാർ ന്യൂട്രീഷൻ എടുക്കണം. സെല്ലുലാർ ന്യൂട്രീഷൻ എന്തുവാ? എലിക്സർ മിക്സ്. ഞാൻ പറഞ്ഞില്ലേ, മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് പ്ലസ് വാട്ടർ, ഈ 3 വിഷയങ്ങൾ. ഓക്കെ, എലിക്സർ മിക്സ് എടുത്താൽ സെല്ലുലാർ ന്യൂട്രീഷൻ, അതായത് സ്റ്റെം സെൽസ് ആക്ടിവേഷൻ. നമ്പർ 2, ടോക്സിൻസ് റിമൂവൽ. നമ്പർ 3, ഇംപ്രൂവ്സ് മൈക്രോവാസ്കുലർ സർക്കുലേഷൻ. ഓക്കെ, നമുക്കറിയാം ബോഡിയിൽ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം അല്ലെങ്കിൽ സെൻസിറ്റീവ് സിസ്റ്റം ഏതാ? സെൻട്രൽ നെർവസ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റം. 2 സിസ്റ്റം ചേർന്ന് ഹ്യൂമൻ ബോഡിയിൽ ട്രാവൽ ചെയ്യുന്ന കിലോമീറ്റർ എത്രയാണെന്നറിയോ? 1,61,000 കിലോമീറ്റർ. ഒരു 6 അടി മനുഷ്യന്റെ ശരീരത്തില് 1,61,000 കിലോമീറ്റർ നെറ്റ്വർക്കാ കിടക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിന് ന്യൂട്രീഷൻ വേണ്ടേ? ഈ സിസ്റ്റത്തിന് ആരാ ക്ലെൻസ് ചെയ്യുന്നത്? ഓക്കെ, ന്യൂട്രീഷൻ വേണം. അത് വർക്കാക്കാൻ ന്യൂട്രീഷൻ വേണം. വർക്കായി കഴിഞ്ഞാൽ അതിൽ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് വരും, അതിനെ ക്ലീൻ ചെയ്യാൻ പ്രോപ്പർ ന്യൂട്രീഷൻ വേണം, ഇല്ലേ? അപ്പൊ ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന സിസ്റ്റത്തിന് ക്ലെൻസും ചെയ്യണം. അതിനാണ് മെഡിക്കൽ സയന്റിസ്റ്റ് പറയുന്നത്, നിങ്ങളുടെ ഈ സിസ്റ്റം ക്ലിയർ ആണെങ്കിൽ, ഏതാ? നെർവസ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം, 90% ഡിസീസ്, അസുഖങ്ങൾ വരാതെ നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റവും നെർവസ് സിസ്റ്റവും ക്ലെൻസ് ചെയ്യണം. നമുക്കറിയാം കന്യാകുമാരി ടു കാശ്മീർ ലെങ്ത് എത്ര? മാക്സിമം 3,000 to 3,500 കിലോമീറ്ററേ ഉള്ളൂ. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4,000 കിലോമീറ്റർ കാണും. പക്ഷെ 1,61,000 കിലോമീറ്ററായി ചുറ്റി കറങ്ങുന്ന നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. അപ്പൊ ഈ സിസ്റ്റത്തിനെ ക്ലെൻസ് ചെയ്യണം, അതിനു വേണ്ടി ന്യൂട്രീഷൻ കിട്ടണം. അതെല്ലാം എലിക്സർ മിക്സിൽ നിന്ന് കിട്ടുന്നു. അതുകൊണ്ടാ ആൾക്കാർ കഴിച്ച വിത്തിൻ ഡേയ്സിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന റീസൺ ഇതാ. ആൾക്കാർ എനർജറ്റിക് ആക്കാൻ കാരണം ഇതാ. ഇതിന് ഒരു സയൻസ് ഉണ്ട്, വെറുതെ ഒന്നുമല്ല. ഇതില് വേണമെങ്കിൽ പറയാൻ ഇത് എന്തുവാ അൺവാണ്ടഡ്, അത് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഡ്രഗ്സ് ഉണ്ട്, അങ്ങനെയൊന്നുമല്ല. ഏത് ലാബിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വല്ല അൺവാണ്ടഡോ ആവശ്യമില്ലാത്ത ബാൻഡ് ഐറ്റം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്താൽ യു കൻ സുബ കേസ്, ഇല്ലേ? കമ്പനിക്ക് നമ്മൾക്ക് കേസ് ഇടാം. നമ്മൾ എത്ര കൺട്രീസിൽ ഈ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്ര VVIP കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന പ്രോഡക്റ്റ് അല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്യൂ മന്ത്സിന് മുന്നിലായിരിക്കും നമുക്ക് അറിഞ്ഞത്. ഇത് ഓൾറെഡി ഇസ് ദെയർ ഇൻ ദ മാർക്കറ്റ് സിൻസ് 2012. 1000 കണക്ക് ആൾക്കാർ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. 10-12 വർഷമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ സയൻസ് ബാക്ക്ഡ് പ്രോഡക്റ്റ്. പിന്നെ നാലാമത്തെ വിഷയം ഹോർമോൺസ് ഇംബാലൻസ്. അതിനെ ബാലൻസ് ചെയ്യും. ഓക്കെ, ഏത് ഹോർമോൺ ഇംബാലൻസ്, ഫീമെയിൽസ്, ഓക്കെ, മെയിൽസ്, അത് വലിയ ടോപ്പിക്കാണ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. ഓക്കെ, സമയമായി. അടുത്തത് ബ്ലഡ് ആൽക്കലിനിറ്റി, pH മെയിൻറ്റെയിൻ ആവും. ഓക്കെ, ഇലക്ഷൻ മിക്സ് എടുക്കുമ്പോൾ ബ്ലഡ് ആൽക്കലിനിറ്റി, അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് എന്തുവാ, ഇമ്മ്യൂണിറ്റി പവർ, ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി പ്രോട്ടോസോവൽ, ആന്റി വൈറൽ പ്രോപ്പർട്ടി ഇംപ്രൂവ് ആയിക്കോളും. ഇങ്ങനെ ഈ 5 വിഷയം ബോഡിയിൽ നടക്കുന്ന കൊണ്ട് നമുക്ക് പർട്ടിക്കുലർ ഈ അസുഖത്തിനെന്നല്ല, കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ സപ്പോർട്ട് കിട്ടും. പക്ഷെ അത് കൊണ്ടിട്ട് നമ്മൾ ICUലും ഒത്തിരി സീരിയസ് സിക്കായിരിക്കുന്ന പേഷ്യന്റിനെ കൊണ്ട് ഇത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സിക്ക് ആകുമ്പോൾ, ഒരു അസുഖമാകുമ്പോൾ നമ്മൾ ഹെവി ഫുഡ് എടുക്കുമോ? ഇല്ല, ലൈറ്റ് ഫുഡല്ലേ കഴിക്കത്തുള്ളൂ. അതേ സിസ്റ്റം നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യണം. ഒരു എലിക്ഷൻ മിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിരിക്കുന്ന ആൾ കഴിക്കുന്ന പ്രോഡക്റ്റാണ്. കാരണം ഇത് ഹെവി ഫുഡാണ്. അതിന്റെ വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ ലോഡ് കൂടുതൽ കൊണ്ട് വെരി പവർഫുൾ. വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം, ഒത്തിരി അസുഖമുള്ള പേഷ്യൻസ് കൊടുക്കാം. തീരെ കുറച്ച് കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഒരു പൗച്ച് 10 ദിവസവും 15 ദിവസമൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ബോഡിയൊക്കെ സെറ്റായി കഴിഞ്ഞ് പിന്നെ ഡോസ് കൂട്ടി കൊടുക്കാം. ഹെൽത്തി പീപ്പിൾ ആണെങ്കിൽ നോ പ്രോബ്ലം. അതുകൊണ്ടാണ് പറയുന്നത് ഈ എലിക്ഷൻ മിക്സ് പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, അസുഖം വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാ എലിക്ഷൻ മിക്സ്. കോമൺ കോൾഡ് മുതൽ ക്യാൻസർ വരെ നമുക്ക് സപ്പോർട്ട് കിട്ടും. സെല്ലുലാർ ന്യൂട്രീഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ഇതാ റീസൺ. സെല്ലുലാർ ന്യൂട്രീഷൻ പറഞ്ഞാൽ ഇതാ, ഈ 3 വിഷയം വേണം മറക്കരുത്. മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് പ്ലസ് വാട്ടർ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വിറ്റമിൻസ്, മിനറൽസ്, ട്രേസ്, അത് മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇതെല്ലാം വേണം. എന്നാലേ ഇത് കംപ്ലീറ്റ് ഒരു പാക്കേജ് ആകത്തുള്ളൂ. ഇതിന്റെ അവിടെ ഇവിടെയും 2 3 കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് എലിക്ഷൻ മിക്സ് ഫാസ്റ്റ് റിസൾട്ട് തരുന്നത്. ആൾക്കാരൊക്കെ വളരെ സന്തോഷപ്പെടുന്ന കാരണം ഇതാ. ഓക്കെ, പിന്നെ അതുമല്ലാതെ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു റിസൾട്ട് എല്ലാ മെയിൽ ആണുങ്ങൾ, പുരുഷന്മാർ കഴിച്ചാല് ഫാസ്റ്റ് റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ എറക്ഷൻ ആയിരിക്കും, സോളിഡ് എറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇതൊരു പക്ക സെക്ച്വൽ പ്രോഡക്റ്റ് അങ്ങനെയും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രിമച്വർ ഇജാക്കുലേഷൻ, സ്പേം, ഇൻഫെർട്ടിലിറ്റിക്ക് നല്ല സപ്പോർട്ട്. സ്ത്രീകൾ കഴിച്ചാല് അവരുടെ ഇറഗുലർ സൈക്കിൾ ശരിയാകും. ഓക്കെ, PCODs, PCOS, പോളിസിസ്റ്റിക്, അതെല്ലാം ശരിയായിക്കോളും. തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. ഓക്കെ, ഫെലോപ്പിയൻ ട്യൂബിൽ വല്ല ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും. അപ്പൊ ഓവം പ്രൊഡക്ഷൻ എൻഹാൻസ് ആകും, യൂട്രസിലേക്ക് വരും. ഓക്കെ, അപ്പൊ കൺസീവ് ആകാൻ, പ്രഗ്നന്റ് ആകാൻ ചാൻസസ് ഉണ്ട്. ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എഗ് ഓവം പ്രൊഡ്യൂസ് ആകും, പക്ഷെ ട്രാവൽ ആയി ചെയ്തത് യൂട്രസിലേക്ക് വരത്തില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിക്കുമോ? കാരണം ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആന്റി ഇൻഫ്ലമേറ്ററി. ഓക്കെ, അതെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയായിരിക്കും. ഇൻഫ്ലമേഷൻ വന്നാൽ ഓട്ടോമാറ്റിക് ഇൻഫെക്ഷൻ വരും. ഓക്കെ, അതെല്ലാം ക്ലിയർ ആയിക്കോളും. കാരണം ഇമ്മ്യൂണിറ്റി, ബ്ലഡിന്റെ ആൽക്കലിൻ pH കൂടുന്ന കൊണ്ട് മൈക്രോ ഓർഗാനിസം അവിടെ വളരാൻ പറ്റത്തില്ല. ഓക്കെ, ആൽക്കലിൻ pHൽ ഈ മൈക്രോ ഓർഗാനിസം സർവൈവ് ആകാൻ പാടാ. ഓക്കെ, ഈവൻ ക്യാൻസർ സെൽസ് പോലും സർവൈവ് ആകാൻ പാടാ. കാരണം നല്ല ഓക്സിജൻ കിട്ടും സെൽസിനൊക്കെ. ഓക്സിജൻ കിട്ടിയ ക്യാൻസർ സെൽസിന് സർവൈവ് ആകാൻ പറ്റത്തില്ല. ഓക്കെ, ആൽക്കലിൻ pH ഉണ്ടെങ്കിലും ക്യാൻസർ സെൽസിന് സർവൈവ് ആകാൻ പറ്റില്ല. അതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ നമ്മൾ ഇത് കീമോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൊടുത്തു നോക്കുമ്പോൾ എലിക്ഷൻ മിക്സ് പൗച്ച് ഉടനെ ചാർജ് ആകും. അവർ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എനർജി കിട്ടും അവർക്ക്. ഇതാ റീസൺ, ദാറ്റ്സ് എ റീസൺ. അപ്പൊ നല്ലൊരു വണ്ടർഫുൾ പ്രോഡക്റ്റ്, റിസൾട്ട് ഗ്യാരണ്ടീഡ്. നമുക്ക് റിസൾട്ട് ഗ്യാരണ്ടി കൊടുക്കാം റിസൾട്ട്. അങ്ങനത്തെ ഒരു വണ്ടർഫുൾ സപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഈസി ആയിട്ടുള്ള വിഷയം നമുക്ക് സെക്ഷുവൽ ടോപ്പിക് അത് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, അതുമല്ലാതെ ഒരു സ്ത്രീ ഇപ്പം ഏർലി മെനോപാസ് ഉള്ള ഒരു ലേഡിക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുത്താല് നമുക്ക് അവരുടെ മെനോപാസിനെ പോസ്റ്റ്പോൺ ചെയ്യാം. അങ്ങനെ വല്ല പ്രോഡക്ട്സ് ഉണ്ടോ? എലിക്ഷൻ മിക്സ് അതിലും ആക്ട് ചെയ്യും. ഓക്കെ, മെനോപാസിനെ പോസ്റ്റ്പോൺ ചെയ്യും ഈ പ്രോഡക്റ്റ്. ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് റിസൾട്ട്. അതുപോലെ BPH ആണ്, നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം, അതിനും വണ്ടർഫുൾ റിസൾട്ട് ആയിരിക്കും. ഇങ്ങനെ റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ വെരിക്കോസെൽ ഹൈഡ്രോസെൽ എന്ന ഒരു അസുഖമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ സ്ക്രോട്ടം ടെസ്റ്റീസ് സ്വെല്ലിംഗ് ആകും. ഓക്കെ, അവർക്ക് സെക്ഷൽ പെനിട്രേഷൻ പാടായ, പിന്നെ അവരുടെ കോൺഫിഡൻസ് ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആയി. ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, വാഹനം ഓടിക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പെയിൻഫുള്ളാണ്. കാരണം തീരെ ഇൻഫ്ലമേഷൻ കാണും ഇതില്, ടെസ്റ്റീസിൽ. അപ്പൊ അതിനൊക്കെ ആക്ച്വലി ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ അല്ല. അലോപ്പതിയിൽ യൂഷ്വലി അവർ സർജറിയെ ചെയ്യത്തുള്ളൂ.
അപ്പൊ എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു തിരുനെൽവേലി തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലെ ഒരു പയ്യൻ, ഒരു കാർപ്പൻറ്റർ പയ്യൻ. അവൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു. ഇന്ന് അവന് കല്യാണം കഴിച്ച് അവന്റെ വൈഫ് ഓൾമോസ്റ്റ് 7 months പ്രഗ്നന്റ്. ഓക്കെ, അവൻ ആക്ച്വലി സൂസൈഡ് ചെയ്യാൻ ഇരിക്കുമായിരുന്നു. കാരണം അവന് ട്രീറ്റ്മെന്റ് എല്ലായിടത്തും ഫെയിലിയർ. ഇനി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി കല്യാണം ഇല്ല, ഫ്ലൈറ്റ്, ഈ പ്രോബ്ലം ഉണ്ട്. ഹൈഡ്രോസെൽ എന്ന് പറയും, ഹൈഡ്രോസെൽ തമിഴില് വിതൈ വീക്കം. ഓക്കെ, അപ്പൊ അതിനൊക്കെ നല്ല ഗ്യാരണ്ടീഡ് റിസൾട്ട്. ഇങ്ങനെ ടെസ്റ്റിമോണിയൽ പറഞ്ഞാൽ കുറെ ടെസ്റ്റിമോണിയൽസ് പറയാം നമുക്ക്. അതുകൊണ്ട് വണ്ടർഫുൾ പ്രോഡക്റ്റ്. അതുമല്ലാതെ